തിരക്കൊഴിഞ്ഞ ശബരിമല സന്നിധാനം. ഇന്ന് രാത്രി ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതുവരെ മാത്രമായിരിക്കും ഭക്തർക്ക് ദർശനം. നാളെ തിരുവാഭരണം പടിയിറങ്ങുന്നതോടെ 2 മാസം നീണ്ടുനിന്ന തീർത്ഥാടന കാലത്തിന് സമാപനമാകും. ഇന്നാണ് ഗുരുതിയും നടക്കുക. സന്നിധാനത്ത് നിന്ന് അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്ന് ഹരിവരാസനം പാടി നടയടയ്ക്കുന്നത് വരെ മാത്രമാണ് ശബരിമല തീർത്ഥാടകർക്ക് ദർശനം ഉണ്ടാകുക. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടിരുന്നതെങ്കിൽ ഇന്ന് ആ ഒരു തിരക്കിന് ഒരു ശമനം ഉണ്ടാകുന്നു. 18-ാം പടി അടക്കം കാലിയായി കിടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്കറിയാം, ഒരു മിനിറ്റിൽ 80,000 90,000 ഒക്കെ ഭക്തർ കടന്നുപോയിരിക്കുന്ന പടിയാണിത്. പക്ഷേ ഇവിടെ സന്നിധാനത്ത് ഇന്ന് ഒരു തിരക്ക് കുറയുന്ന ഒരു സാഹചര്യമാണ്. ഇന്ന് രാത്രിയോടെ മാത്രമാണ് ഭക്തർക്ക് ദർശനം ഉണ്ടാകുക. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നാണ് മാളികപ്പുറത്ത് ഗുരുതി നടക്കുക. മാളികപ്പുറത്തിന് സമീപം ഗുരുതി നടക്കുക. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജനത്തിരക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാകും എന്നാണ് കണക്ക് കൂട്ടുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ്. മകരവിളക്കിന് ശേഷമാണ് ഏറ്റവും സുപ്രധാനമായുള്ള ഒരു ചടങ്ങുകൾ സന്നിധാനത്ത് നടക്കുക. അതെല്ലാം തന്നെ പൂർത്തീകരിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഹരിവരാസനം പാടി നടയടയ്ക്കുന്നത് വരെ മാത്രം ഭക്തർക്ക് ദർശനമുണ്ടാകും. അതിനുശേഷം നാളെ 5:30-യോടെ പന്തളത്തു നിന്നും കഴിഞ്ഞ ദിവസം എത്തിയ തിരുവാഭരണം പടിയിറങ്ങുന്നതോടെ നടയടയ്ക്കും. ഇതോടെ ഈ 2 മാസക്കാലം നീണ്ടു നിന്ന ഭക്തിസാന്ദ്രമായ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് സമാപനമാകുകയാണ്. എന്തായാലും വലിയൊരു തിരക്ക് തന്നെയായിരുന്നു ഇക്കുറി സന്നിധാനത്ത് അനുഭവപ്പെട്ടിരുന്നത്. മണ്ഡലപൂജയുടെ ആദ്യ ദിവസം മുതൽ തുടങ്ങിയ ഒരു തിരക്ക് കഴിഞ്ഞ ദിവസം വരെ സന്നിധാനത്ത് തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള റെക്കോർഡ് ഭക്തർ തന്നെ ഇത്തവണയിൽ സന്നിധാനത്തേക്ക് എത്തി. റെക്കോർഡ് വരുമാനത്തിലേക്ക് സന്നിധാനം എത്തി എന്നതാണ് ദേവസ്വം ബോർഡ് അനൗദ്യോഗികമായി പുറത്തുവിടുന്ന കണക്കുകൾ. എന്തായാലും വലിയ ഒരു ഭക്തജന തിരക്ക് തന്നെയായിരുന്നു ഇക്കുറി സന്നിധാനത്ത് അനുഭവപ്പെട്ടിരുന്നത്. എന്തായാലും ആ ഒരു തിരക്ക് വരും വർഷങ്ങളിലും ഉണ്ടാകും. അതിനനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ തന്നെയാണ് ഇവിടെ പ്രതിസന്ധിയായി പ്രശ്നമായി തന്നെ നിലനിൽക്കുന്നത്. കാരണം ഈ മണ്ഡല പൂജയുടെ ആദ്യ സമയങ്ങളിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വേണ്ട ഒരുക്കങ്ങളൊന്നും തന്നെ ഈ ഒരു അവസാന ദിവസം പോലും ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലടക്കം വലിയ വീഴ്ചകൾ നിലവിലുണ്ടായിട്ടുണ്ട്. പക്ഷേ വലിയ സുഗമമായി പരമാവധി തീർത്ഥാടകർക്ക് സന്നിധാനത്തേക്ക് എത്തി ദർശനം നടത്താനുള്ള ഒരു അവസരം, റെക്കോർഡ് ഭക്തരുടെ ഒരു എണ്ണം തന്നെയാണ് ഇക്കുറി സന്നിധാനത്ത് ഉണ്ടായിരുന്നത്.